30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകിരിക്കുന്നതാണ് സർ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാധനയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. Please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now, he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? T.P. Chandrasekharan. Left, right, left. Left, right, left. Please sit down. Please. Not. Through I you, will not sir. allow you. Please sit down. Listening. Through you, sir. Please speak. 2 films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have? ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. എൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലത്തെ ബെഞ്ചിൽ ഭയങ്കര ഉഷാറായിട്ടൊരു മനുഷ്യരിപ്പുണ്ട്. നമ്മുടെ കേരളക്കരയിൽ നിന്ന് പോയിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തി ബാക്കി ആരെങ്കിലും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവിടെ ഈച്ച അട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഉറങ്ങി തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, എന്താ കേൾക്കുന്നതെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇത് മലയാളത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗ്യം, ഹാ ഹൂ ഷെയിം എന്നൊക്കെ ഒരുപാട് വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അറിയാവുന്നവർ പറഞ്ഞു തരാം. ഈ ഓരോ സംസ്ഥാനത്തു നിന്നും കുറേ MP-മാരൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ പാർട്ടിയിൽ നിന്നും കുറേ എണ്ണം അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇവർ പോയി കിടന്ന് അവിടെ സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കുള്ളൂ. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് ബാക്കി എല്ലാവർക്കും അറിയുന്ന ഭാഷയിൽ വേണ്ട സംസാരിക്കാൻ. ഈ മലയാളത്തിലിട്ട് വായിട്ടടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഷ അറിയാത്തതിനൊക്കെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ബ്രിട്ടാസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കുറേ അധികം ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇനി ബ്രിട്ടാസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ സിനിമയിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിലിപ്പം കുറച്ച് ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ, മീൻസ് അഭിനയത്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, ഈ പറയുന്ന ആവശ്യമില്ലാത്ത ചില പ്രകടനങ്ങൾ, അതെനിക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ വിഷയമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ആരെ കബളിപ്പിച്ചിട്ടായാലും ഇനി ആരെ പറ്റിച്ചിട്ടായാലും ഇനി ഏത് തരത്തിലായി കഴിഞ്ഞാലും ഏകദേശം 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് അവിടെ MP ആയൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ബ്രിട്ടാസോ ഭയങ്കരമായിട്ടിരുന്ന് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് ഈ അടുത്ത നിയമത്ത് ഈ ഒരു അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ ഒരാളിപ്പം വന്നിട്ടുണ്ട് ആ ഒരു സീറ്റിലേക്ക്, അയാൾ അടുത്ത വട്ടം അത് പൂട്ടിയിരിക്കുമെന്ന്. ഒരു വട്ടമെങ്കിലും ബ്രിട്ടാസിന് നിന്നൊന്ന് ജയിക്കാൻ പറ്റുമോ ആൾക്കാരുടെ പിന്തുണയോടുകൂടി? അതാ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്. പാർട്ടി പിൻബലത്തിൽ ചുമ്മാതെ ഈ പറഞ്ഞ MP സീറ്റിലേക്ക് കയറി കൂടാൻ ആർക്കും പറ്റുന്നൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി അവിടെ എത്തുക എന്ന് പറയുന്നതാണ് ആ മതിപ്പ് എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഇദ്ദേഹം തിരിച്ചിറങ്ങിയതിന് ശേഷം നടത്തിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാനെടുത്ത് ഇവിടെ വീഡിയോ ആയിട്ട് ഇടുന്നില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. അതായത് ജോൺ ബ്രിട്ടാസും കൈരളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് മുനമ്പം എന്ന് പറയുന്ന കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിന് ഇത്രയധികം പൊള്ളിയതിൻ്റെ കാരണം അവിടെ കുറേയധികം ക്രിസ്ത്യൻസ് ആൾക്കാരായിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവരാണ് ഈ പറഞ്ഞ സമരവുമായി മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പറയുന്നത് കൂടുതലും. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സമുദായത്തിൽപ്പെട്ട ബ്രിട്ടാസിന് എത്രമാത്രം ഈ പറയുന്ന അംഗീകാരം അവർ നൽകുന്നു എന്നുള്ളത് ബ്രിട്ടാസിന് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അതിന് വേറൊരു പാർട്ടിയിൽപ്പെട്ട വേറൊരു ഇതിൽപ്പെട്ട ആൾക്കാർ സപ്പോർട്ടുമായി ചെല്ലുന്ന സമയത്ത്
സ്വാഭാവികമായിട്ടും പൊള്ളലുണ്ടാവും. ആ പൊള്ളലാണ് അവിടെ വെച്ച് കാണിച്ചതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് തന്നെ തെളിവുകളുള്ളൊരു കാര്യമാണ്. അതായത് വിഷം, ഇവിടെ ഒരു വിഷം ഇരിപ്പുണ്ട്, ആ വിഷം ഞങ്ങൾ എടുത്തു കളയും, അല്ലെങ്കിൽ ഈ പറയുന്ന ആ വിഷത്തെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഇപ്പം ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ച് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയാണ്. കാരണം ജോർജ് കുര്യൻ വന്നത് തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു വ്യക്തിയല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് വന്ന വ്യക്തി ഒരേ ഒരാളേ ഉള്ളൂ BJPയിൽ അംഗമായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വ്യക്തി എന്ന് പറയുന്നത്, അത് സുരേഷ് ഗോപിയാണെന്ന് ഏതൊരു അരിയാഹാരം കഴിക്കുന്ന വ്യക്തിക്കും അറിയാം. അപ്പം ഇതിനപ്പുറത്തേക്ക് പല ചാനൽസും, പ്രത്യേകിച്ച് കൈരളിലടക്കമുള്ള ചാനൽസും ഒക്കെ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോൺ ബ്രിട്ടാസ് പറഞ്ഞ സമയത്തെ കുരുപൊട്ടി സുരേഷ് ഗോപി എണീറ്റു. എന്നിട്ട് എന്ത് പറയുന്നത്, യുദാസ് എന്നോ അല്ലെങ്കിൽ ആ എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന് പറയുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴേ സുരേഷ് ഗോപി ചാടി എണീറ്റു. അതൊന്നുമല്ല, ഞാനത് ഫുള്ളിരുന്ന് കണ്ടൊരു വ്യക്തിയാണ്. കൃത്യമായിട്ട് ജോൺ ബ്രിട്ടാസിന്റെ സമയം, അനുവദിച്ച സമയം മൊത്തം കഴിഞ്ഞ് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതിനുള്ള മറുപടി പ്രസംഗം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സുരേഷ് ഗോപി എണീറ്റ് എന്ന് സംസാരിച്ചത്. ഇനി ജോൺ ബ്രിട്ടാസ് സംസാരിച്ച സമയത്ത് ആ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കിയ ശബ്ദത്തിനേക്കാളും അത്രയും മലിനീകരണം ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഒരിക്കലും പറയില്ല, പറയിപ്പിക്കില്ല എന്ന തരത്തിലാണ് ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി സംസാരിച്ച സമയത്ത് അവിടെ കിടന്ന് അലറി വിളിച്ചെന്ന് പറഞ്ഞത്. കാരണം സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ, എമ്പുരാൻ സിനിമയുടെ കാര്യം ചർച്ച ചെയ്യാനാണോ പാർലമെന്റിൽ പോയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ അതായിക്കോട്ടെ, അതിനുള്ള മറുപടിയല്ലേ സുരേഷ് ഗോപി, കാരണം സിനിമാ രംഗത്ത് നിന്നൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അത് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് കേൾക്കുക. കാരണം മറുപടി പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണല്ലോ നമ്മളൊരു കാര്യം ഉന്നയിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ നമുക്ക് വേണ്ടേ. അതുപോലും കേൾക്കാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. 51 വെട്ടിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ നിശബ്ദനായേ പറ്റൂ. ഇനി നമ്മുടെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സുരേഷ് ഗോപിക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് എങ്ങനെയെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത് എത്തരത്തിലാണോ അതുപോലെ തന്നെ രോഷപ്രകടനങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന സംയമനം എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കരമായിട്ട് കുറവുള്ളൊരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ഒരുപക്ഷെ ഈ പറയുന്ന കോലും കൊണ്ട് ഇടിച്ചു കയറിക്കൊണ്ട് ചെല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്ന മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള പാഠം അത്തരത്തിൽ മാത്രമാണ്. ഇനി അതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ള, നമ്മൾ എന്ത് പറയുന്ന സമയത്ത് ഒരാളെ കീറി മുറിച്ചുകൊണ്ട് അങ്ങ് തരം താഴ്ത്തി പറയുന്നില്ലല്ലോ, നമ്മൾ എല്ലാ വശവും നോക്കിയേ പറ്റുള്ളൂ. അപ്പം മനസ്സിലായുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേത് വ്യക്തികളോട് കാണിക്കുന്ന റെസ്പെക്റ്റ്, അതിൻ്റെ ഒരംശം പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ കാണിക്കുന്നില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. കാരണം ജോൺ ബ്രിട്ടാസുമായിട്ട് നടന്ന ആ ഒരു വാഗ്വാദം, അതിനകത്ത് ജോൺ ബ്രിട്ടാസ് അങ്ങ് കസറി കലർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു അവസരം. കാരണം അവിടെ ചമ്മി നാറി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പം തിരിച്ച് ജോൺ ബ്രിട്ടാസിനെ പൊക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ കൈരളി ചാനലെല്ലാം വന്നിരുന്ന് ചൊറിയാൻ നിന്നാണ് ആ ഒരു മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് സുരേഷ് ഗോപി എടുത്ത് ചോദിച്ച കുറേ അധികം ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനെ എടുത്തുകൊണ്ട് ഊക്കി താക്കിക്കൊണ്ട്, കാരണം എല്ലാവർക്കും അറിയാം ഇയാളെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ വായിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് വെളിയിൽ വരും, ഇയാളെ എയറിലാക്കാൻ പറ്റും എന്നുള്ളത്. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു സംഗിണി എന്നുള്ളൊരു പേര് ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. കോമൺ സെൻസ് ഉള്ള ഒരുത്തന്മാരും വിളിക്കത്തില്ല. കാരണം ഈ ചാനലിൽ കിടക്കുന്ന ഓരോ വീഡിയോസും ഒന്ന് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും സംഗിണിയാണോ കൊങ്ങിണിയാണോ കമ്മിയാണോ എന്നുള്ളത്. കൃത്യമായിട്ടൊരു നട്ടലുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. കൃത്യമായി കാര്യങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ വ്യൂ പോയിന്റ്സ് പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. അതല്ലാതെ ഒരു പാർട്ടിയിൽ അംഗമായെന്ന് പറഞ്ഞിട്ട് പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുഖമടച്ച് കണ്ണടച്ച് ഈ പറഞ്ഞ പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടുള്ള രീതിക്ക് ഞാൻ രേഖപ്പെടുത്തും. ഇനി സുരേഷ് ഗോപി എന്ത് വൃത്തികേടായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വൃത്തികേട് തന്നെ പറയും. സുരേഷ് ഗോപിക്ക് എതിരായിട്ടൊരു കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു എന്ന് തോന്നി കഴിഞ്ഞാൽ അതെന്നെ പറയും. ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അക്കമിട്ട് ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ മുഖ്യന്റെ മകളുമായി ബന്ധപ്പെട്ട കേസ് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങൾ വരുന്നു, എന്തുകൊണ്ട് ബ്രിട്ടാസിന്റെ മുന്നിലേക്ക് ഈ പറയുന്ന മൈക്കുമായി ചെന്ന മാന്യന്മാർ ചോദിക്കില്ല. അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് എല്ലാ ചോദ്യങ്ങളും വരുത്തപ്പെടുന്നു. അപ്പൊ ഈ രണ്ട് രീതിക്കുള്ള മാധ്യമപ്രവർത്തനം സത്യത്തിൽ ശരിയായിട്ടുള്ളതല്ല. ഒരാളെ ഇന്നത്തെ മാധ്യമപ്രവർത്തനം പൂർണ്ണമായിട്ടും അവർക്ക് ഈ പറഞ്ഞ റേറ്റിംഗ് കൂട്ടുക എന്നൊരു കാര്യത്തിന് വേണ്ടിയിൽ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന, അത് ചെയ്യുന്ന മാധ്യമപ്രവർത്തനം കുറവ് തന്നെയാണ്.